ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. നമ്മൾ വിഷൻ ബോർഡും ഡെസ്ക് മേക്ക് ഓവറൊക്കെ ചെയ്ത സമയത്ത് വന്ന കമൻസ് ആയിരുന്നു. ഒരുപാടൊന്നുമില്ല, എന്നാലും 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോസൊക്കെ എവിടെ നിന്നാണ് പ്രിൻറ്റ് ചെയ്യാറ്, എത്ര റേറ്റ് ആവാറ്, എങ്ങനെ ചെയ്യാറെന്നൊക്കെ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് പിൻട്രസ്റ്റ്. ഇതിൽ സ്റ്റിക്കേഴ്സും വാൾപേപ്പേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് എല്ലാതും കിട്ടും. ഇതിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വാലന്റൈൻസ് ഡേ തീമിൽ ഒരു സ്ക്രാപ്പ് ബുക്ക്, ഒരു ആൽബമാണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വാലന്റൈൻസ് സ്റ്റിക്കേഴ്സ് എന്നാണ് ഇവിടെ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇതുപോലെ കുറേ എണ്ണം വരും. സ്ക്രോൾ ചെയ്ത് പോയ അടിയിലോട്ട് ഒരുപാട് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഈ ഫോട്ടോ സ്കാൻ ചെയ്താൽ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസും നമുക്ക് കിട്ടും. ഇനി ആ ഫോട്ടോ നമ്മൾ ഡൗൺലോഡ് ആക്കണം. താഴത്ത് അതിൻ്റെ ഒരു സൈഡിലോ താഴെയായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഫാൻസി ഷോപ്പിലൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പോലത്തെ പിക്ചേഴ്സൊക്കെ എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, റിമൂവ് BG എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ വരും. അതിൽ അപ്ലോഡ് ഇമേജ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പോയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. താഴെ തന്നെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ അടുത്ത ഇമേജ് ഇതുപോലെ ചെയ്യണമെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഗാലറിയിൽ നിന്ന് നെക്സ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുക. അതിൻ്റെയും എന്ത് ചെയ്യുക, ഈ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുള്ള ഇമേജ് കിട്ടും. ഇനി ഇതെന്തിനാ ചെയ്യുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. നെക്സ്റ്റ് നമുക്ക് തന്നെ ഈ ഫോട്ടോസൊക്കെ ക്യാൻവയിൽ സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാൻ പറ്റും. പ്രിൻ്റ് എടുക്കാൻ മീൻസ് പ്രിൻറ്റിങ് ഷോപ്പിൽ കൊടുത്താൽ അവർ പ്രിൻ്റ് എടുത്ത് തരും. പക്ഷേ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. അപ്പോൾ അതും കൂടെ നമുക്ക് ലാഭിക്കാൻ ഈ ഒരു പരിപാടി ചെയ്താൽ മതി. അതിന് വേണ്ട ഒരു ആപ്പാണ് ക്യാൻവ ആപ്പ്. ഇതിൽ ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ A3 ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ക്രിയേറ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ പേജ് എടുത്തത് ഇതുപോലൊരു വൈറ്റ് പേജ് നമുക്ക് കിട്ടും. അതിൻ്റെ തൊട്ട് താഴെ ഡിസൈന്, എലമെൻറ്റ്സ്, ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഗാലറി ഇവിടെ കാണാൻ പറ്റും. അതിൽ നമുക്ക് വേണ്ട ഇമേജസ് മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഓരോന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് വരുന്നതാണ്. അത് നമുക്ക് വേണ്ട സൈസ് അനുസരിച്ചിട്ട് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്പേസ് ഒരുപാട് പോകും. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആ റിമൂവ് BG എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ ഡൗൺലോഡ് ആക്കി വെച്ച കുറച്ച് ഐറ്റംസും സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലോട്ട് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ആ പേജ് കംപ്ലീറ്റ് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. A3 മാത്രമല്ല കേട്ടോ, A5 ഡോക്യുമെൻറ്റും A4 ഡോക്യുമെൻറ്റും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് മാത്രം സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമുക്ക് മുകളിൽ ആ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ആരോ ഉണ്ടല്ലോ, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഗാലറിയിലോട്ട് സേവ് ആവും. പക്ഷേ നമുക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് അയച്ചാലാണ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിന് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യണം. അതായത് ആ മുകളിലത്തെ ആരോ മാർക്കുള്ള പോലെ നെക്കിയിട്ട് അതിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ PNG മാറ്റിയിട്ട് PDF പ്രിൻ്റ് ആക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പ്രിപ്പയറിങ് യുവർ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരും. അപ്പോൾ അത്യാവശ്യം കുറച്ച് റേഞ്ച് ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവും. ക്യാൻവ ഓപ്പൺ ആവണമെങ്കിൽ തന്നെ കുറച്ച് റേഞ്ചൊക്കെ ഉള്ള പ്ലേസ് ആവണം കേട്ടോ, എന്നാലും അത് ഓപ്പൺ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സേവ് ആക്കേണ്ടത്. പിന്നെ ഇതിപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയലിൽ അത് സേവ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് എനിക്ക് വേണ്ടത് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാനിതുപോലെ വാലന്റൈൻസ് ഡേ പാറ്റേൺ പേപ്പർ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് ഇങ്ങനെ വരും. ഇതുപോലെ തന്നെ നമുക്ക് വാൾപേപ്പേഴ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യൂട്ട് വാൾപേപ്പേഴ്സിനോ അല്ലെങ്കിൽ എസ്തറ്റിക് വാൾപേപ്പേഴ്സിനൊക്കെ അടിച്ചാൽ അങ്ങനെയൊക്കെ വരും. അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയ ഫോട്ടോസാണ് ഞാൻ ഈ ഡെസ്ക് മേക്ക് ഓവറിന് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഡൗൺലോഡ് ചെയ്തതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാൻവ ഓപ്പൺ ആക്കുക. നമ്മൾ നേരത്തെ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പേജിലോട്ട് തന്നെ ബാക്കിയുള്ള ഗാലറിയിൽ നിന്ന് എല്ലാതും ആഡ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സേവ് ചെയ്യാം. ഇനി ഈ സെറ്റാക്കിയത് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. എവിടുന്നാണ് എടുക്കാറെന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് സ്റ്റുഡിയോയിലും അവൈലബിൾ ആണ്. അതുപോലെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന അല്ലാത്ത ഷോപ്പുകളുണ്ടാവും, ഫ്ലെക്സ് ഒക്കെ അടിക്കുന്ന അങ്ങനത്തെ ടൈപ്പിലുള്ള ഷോപ്പ്, അവിടെയും ഇത് അവൈലബിൾ ആണ്. ചില സ്റ്റുഡിയോസിൽ റേറ്റ് കൂടുതലായി കണ്ടിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിവിടെ A3 ഷീറ്റിന് 30 rupees ആണ് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ടുള്ള വർക്കൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.